ബഹുമാനപ്പെട്ട നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. കുറച്ച് വർഷമായ മിമിക്രി അവതരിപ്പിച്ചിട്ട് തെറ്റുവിട്ടെന്ന് ക്ഷമിക്കുക. അല്ലോ മലയാളത്തെ സ്നേഹിക്കുന്ന, മലയാളത്തിലെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന നിങ്ങൾക്കേവർക്കും എസ് ബി പ്രൗഡ്ലി പ്രസന്റ് സൂപ്പർ സ്റ്റാർ മിമിക്സ് ആദ്യമായി നിങ്ങൾ കേട്ടു പറഞ്ഞ ഒരു യക്ഷിക്കഥ. അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. രാത്രി 12 മണി. തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ കൂടെ എക്സ്പ്രസ് ട്രെയിൻ ചീറിപ്പാഞ്ഞു പോകുന്നു. പെട്ടെന്ന് ആകാശമിരുട്ടും കാറ്റും മഴയും ഉണ്ടായി. പെട്ടെന്ന് അടുത്തുള്ള ഒരു സെമിത്തേരിയിലെ കല്ലറ രണ്ടായി പിളർന്നു. അതാ അവിടുന്ന് ഒരു സുന്ദരിയായ സ്ത്രീ, കാലിൽ ചിലങ്ക കെട്ടി പിച്ചി തൂച്ചൂടിയ ആ സ്ത്രീ മന്ദം മന്ദം നടന്നു വരുന്നു. അവൾ പാടി അതാ പാലമരച്ചുവട്ടിലേക്ക് വരുന്നു. ഈ സമയം സെക്കൻഡ് ഷോ സിനിമ കണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ വഴി വരികയാണ്. അടിപൊളി തിരക്ക്. എന്തിനാണ് അവന്റെ പേര്? നീതിയാ ജമ്പ് കൊണ്ട് വല്ല വേണ്ടിയിട്ടല്ല. അവനേതാ അവന്റെ മാതൃസ്പർശത്തിൽ ആ പാലമരച്ചുവട്ടിലേക്ക് മന്ദം മന്ദം അവനെ കൊണ്ടുപോയി. അവൻ അനുരാഗബദ്ധരായി. പെട്ടെന്ന് അവളെ അവശിക്കുന്ന ശക്തിയിൽ അവനെ ആക്രമിച്ചു. രക്തം ഊറ്റിക്കൂറ്റി കുടിച്ചു. അവൾ അതാ മന്ദം മന്ദം നടന്നു നീങ്ങി ആ യക്ഷിക്കോട്ടയിലേക്ക് പോയി. മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സിനിമാ താരങ്ങളുടെ ശബ്ദ അനുകരണമാണോ നമ്മൾ മനസ്സിൽ ഓടി വരുന്നത്? മലയാളിയുടെ അച്ചായ അതെ ലാലു അലക്സ് ഇവിടെ എത്തിയാൽ എന്തായി? അമ്മച്ചമാരെ നിങ്ങൾക്കൊക്കെ സൗഖ്യം തന്നെ. യേശു മസിയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തതായി കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ മാഡം ഈ മുഖം? കാക്കേ കൂടെ വിട് കൂട്ടിനകത്ത്. അങ്ങനെയൊന്നും പാടാൻ പറയാൻ പറ്റില്ല. ജയ് ഭഗവാൻ. അടുത്തതായി മലയാള സിനിമയിലെ ഒരു നടനെ നിങ്ങളെ ഞാൻ അറിയാമോ? എന്താ അമ്മച്ചിന്റെ അന്നൊക്കെ കൊച്ചുകളി. ഒരുപാട് പേരെ തോപ്പിച്ചു. പലരും തെറ്റ മക്കളെന്നെ തോപ്പിച്ചു. ഒരുപാട് തോൽവികളേറ്റു പോയി. ജനിപ്പിച്ച മക്കളെന്നെ തോൽപ്പിച്ചു. ജനിച്ചപ്പോൾ എന്റെ മക്കൾക്ക് അമ്മ വേറുമായിരുന്നു, അച്ഛന് വേറുമായിരുന്നു. അവർ വളർന്നു വലുതായി. അവർക്ക് ജോലിക്ക് കിട്ടിയപ്പോൾ എന്നെ വേണ്ട, എന്നെ അവർ ഒരിടത്ത് കൊണ്ടുപോയിട്ടാണ്. അമ്മ ഒന്നുകൂടെ നിൽക്കാൻ പറഞ്ഞു. ഞാനിത് വരുന്നു. എവിടെ? അമ്മ ദുഃഖത്തോടെ ചോദിച്ചു. ഇല്ല, ഞാനിത് വരുന്നു. അവരെന്നെ ഇവിടെ ആക്കിയിട്ട് പോയി. ഇതുവരയ്ക്കും തിരിച്ചു വന്നില്ല. ഇങ്ങനെ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തു കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു നിത്യമായ സന്തോഷത്തിന്റെ ഇടമുണ്ട്. അവിടെ ചെന്നെത്തുവാൻ നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.